സംവാദത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാമി ചിദാനന്ദപുരി, ശബരിമലയിൽ ഭക്തിയെ വിവേചനത്തിനുള്ള ഉപകരണമാക്കി 10 വയസ്സ് മുതൽ 50 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് പുരുഷ മേധാവിത്വത്തിന്റെ തീരുമാനമാണ്. ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്തിന് തടസ്സമാവരുത്. ഇങ്ങനെ പോകുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. കോടതി വിധി സതുദ്ദേശപരമാണോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം? കോടതി വിധി സതുദ്ദേശപരമാണോ ദുരുദ്ദേശപരമാണോ എന്നൊരു ചർച്ചയിലേക്ക് ഇപ്പോൾ പോവാൻ സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിന് ഉപരിയുള്ള മറ്റൊരു വിധിയിലൂടെയോ അഥവാ ലെജിസ്ലേച്ചറിന്റെ നിയമനിർമ്മാണത്തിലൂടെയോ ഒരു പരിവർത്തനം വരുന്നതുവരെ ഭാരതത്തിലെ പൗരന്മാർ ആ വിധിയെ ആദരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഈ കോടതി വിധി ഒരു ആചാര കേന്ദ്രത്തിനെ സംബന്ധിച്ച്, അവിടുത്തെ ആചാരത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ശബരിമലയെ സംബന്ധിച്ചാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം തീർത്ഥയാത്രികർ ഒരു സീസണിൽ വന്നു ചേരുന്ന സങ്കേതമാണ് ശബരിമല. അപ്പോൾ അവിടുത്തെ ആചാരങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസ പ്രമാണങ്ങൾ, അതിനെക്കുറിച്ച് ശരിയായി വേദജ്ഞന്മാർ, തന്ത്രജ്ഞന്മാർ, ഗുരുസ്വാമിമാർ, ഭക്തകളായ സ്ത്രീകൾ, ഇവരുടെ എല്ലാം ഒരു ചർച്ചയിലൂടെ, സമന്വയത്തിലൂടെ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ അത്തരം ഒരു വിദ്വത് പരിഷത്ത് എടുക്കുന്ന ഏത് തീരുമാനത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാൻ സാധിക്കും. അതല്ലാതെ ഒരു മതനിരപേക്ഷ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാറ്റം വരുത്തപ്പെടേണ്ടതല്ല ഹൈന്ദവാചാരങ്ങൾ. പ്രധാനമായി പറയാനുള്ളത്, മാറ്റങ്ങളെ എന്നും ഹൈന്ദവ സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ മാറ്റം അനിവാര്യതയിൽ നിന്ന് വരുന്നതായിരിക്കണം, അല്ലാതെ മാറ്റത്തിന് വേണ്ടിയുള്ളതാവരുത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ സെക്യുലർ വ്യവസ്ഥ ഇവിടെ കൈകടത്തി ആചാരപരമായി നമ്മുടെ ഭരണഘടനയിൽ വിശ്വാസത്തിനെ സംരക്ഷിക്കാനും ഏതൊരു മതവിഭാഗത്തിന്റെ പ്രത്യേകമായ ആചാരവ്യവസ്ഥയും വിശ്വാസവും പരിപാലിക്കാനും നൽകപ്പെടുന്ന അടിസ്ഥാനപരമായ അവകാശത്തെ തന്നെ ഇല്ലാതാക്കും വിധം ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇവിടെ അടിസ്ഥാനമായി നമുക്ക് ചോദിക്കാനുള്ളത്, ഒരു ശബരിമലയുടെ വിഷയത്തിലാണ് സ്ത്രീ സമത്വം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള വാദം വരുന്നത് എങ്കിൽ ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. ക്രിസ്ത്യൻ പള്ളികളിൽ പുരോഹിതകളായിട്ട് സ്ത്രീകളില്ല. അപ്പൊ അത്തരം വിവേചനങ്ങളെക്കുറിച്ച് എന്തായിരിക്കും കോടതിയുടെ നിലപാട്? അടുത്ത സമീപ ഭാവിയിൽ നമുക്കത് നോക്കി കാണേണ്ടതുണ്ട്. ഇനി വൈവിധ്യമാണ് ഹിന്ദു ധർമ്മത്തിന്റെ സവിശേഷത. ഇവിടെ സ്ത്രീയോട് വിപരീത വിവേചനമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം സ്ത്രീകൾ പ്രാധാന്യേന പൂജിക്കുന്ന സങ്കേതം കേരളത്തിലുണ്ട്. ഉദാഹരണം മണ്ണാറശാല. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ആചാര രീതികൾ പുലർത്തുന്ന ക്ഷേത്രം കേരളത്തിലുണ്ട്. ഉദാഹരണം ആറ്റുകാല്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളത്, സന്യാസിമാരൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്നത് എത്രയോ പുണ്യമാണെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഭാരതീയർ മുഴുവൻ പുലർത്തുന്നത്. എന്നാൽ സന്യാസിമാരെ പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രം കേരളത്തിലുണ്ട്. പ്രവേശിച്ചു കഴിഞ്ഞാൽ ശുദ്ധികലശം ചെയ്യേണ്ട സ്ഥിതിയാണ്. സൂചിപ്പിച്ചത് ആചാര വൈവിധ്യങ്ങളുണ്ട്. ഈ ആചാര വൈവിധ്യങ്ങൾ എന്തുകൊണ്ട് വന്നു? അതിന്റെ പിന്നിൽ ഐതിഹ്യങ്ങൾ എന്താണ്? അതിന് പിന്നിൽ സങ്കല്പങ്ങൾ എന്താണ്? പ്രതിഷ്ഠാ സമയത്തുള്ള തന്ത്രിയുടെ സങ്കല്പം എന്താണ്? ഈ വക വിഷയങ്ങളൊക്കെ പരിഗണിച്ച് ഒരു വിദ്വൽ സദസ്സിലൂടെ പരിവർത്തനം വരുത്തിയാൽ തീർച്ചയായും അത് സ്വീകാര്യമാണ്. അല്ലാതെ ഒരു സെക്കുലർ വ്യവസ്ഥയിലൂടെ ഹിന്ദു ധർമ്മത്തിന്റെ ആചാരങ്ങളിലേക്ക് മാത്രം കടന്നു കയറുന്നതും മറ്റുള്ളവ അതത് മതവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പുലർത്തപ്പെടുന്നതുമായ സ്ഥിതി വളരെ വളരെ ഖേദകരമാണ്. അത് തുല്യത എന്നുള്ളതിന് പോലും വിരുദ്ധമാണ്. ഇതാണ് നമുക്ക് ആ വിഷയത്തിൽ ആദ്യം പറയാനുള്ളത്. സ്വാമി, ഹിന്ദു ധർമ്മത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളിലേക്കുള്ള, ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അങ്ങനെയായി ഈ വിധിയെ വിശേഷിപ്പിക്കാമോ? ഇതിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ തീർച്ചയായിട്ടും ബാഹ്യശക്തികളുടെ നമുക്ക് പറയാൻ വയ്യ. അതിനെപ്പറ്റി കോടതി വിധിയെ സംബന്ധിച്ച് പഠിക്കാതെ ഒരു അപക്വമായ അഭിപ്രായം പറയുക നമുക്ക് യുക്തമല്ല. പക്ഷേ കോടതി വേണ്ടിയിരുന്നത് വിദ്വാൻമാരെ, കേരളത്തിൽ നിന്നുള്ള തന്ത്രിമാരെ, വേദവിദ്വാൻമാരെ, സീനിയർ ആയിട്ടുള്ള ഗുരുസ്വാമിമാരെ, അതുപോലെ നിരന്തരമായി ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുന്ന അമ്മമാരെ,
വിളിച്ച് അവരുടെ അഭിപ്രായം ആരായേണ്ടതായിരുന്നു. ഇത് കേവലം നിയമവിദഗ്ധന്മാര് കേരളീയ പശ്ചാത്തലമോ ഇവിടുത്തെ വൈവിധ്യപൂർണമായ ആചാരരീതിയോ പഠിക്കാതെ പുറപ്പെടുവിക്കേണ്ട ഒരു വിധിയല്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. കോടതികൾക്ക് തെറ്റുവരാത്ത സ്ഥിതിയല്ല. കോടതികൾക്കും തെറ്റുണ്ട്. കോടതി മനുഷ്യരാണ്. നിയമം വ്യാഖ്യാനിക്കുന്നതിൽ അവർക്ക് തെറ്റുവരുന്നു. അതിലുപരിയായിട്ട് ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ, ഓരോ പ്രത്യേകതകൾ, ആചാരവിശേഷതകൾ അത് വിപരീത വിവേചനമാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനും മറ്റും അതിൻ്റെതായ ശാസ്ത്ര സംവിധാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം. അതില്ലാതെ കേവലം വിധി പുറപ്പെടുവിക്കുന്നത് തീർത്തും അവ്യവസ്ഥയുണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ സ്വാമി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി രജിത, സംവാദം തുടരുന്നു. സ്വാമി ചിദാനന്ദപുരി, സുപ്രീംകോടതി വിധിയുടെ മറവിൽ ശബരിമലയുടെ പരിപാവനത നശിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമായും അങ്ങനെ സംശയിച്ചുകൂടെ? തീർച്ചയായിട്ടും. ഇവിടെ വളരെ ശ്രദ്ധേയമായ വിഷയം, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം തീർത്ഥയാത്രികർ ഒരു സീസണിൽ പോകുന്ന കേന്ദ്രം എന്നത് മാത്രമല്ല, ഏറെക്കാലമായി ദക്ഷിണ ഭാരതത്തിലെ വിശേഷിച്ചും ഹൈന്ദവ ആചാരപരമായ അനുഷ്ഠാനപരമായ ജീവിതത്തിന് പ്രേരണയും അതുപോലെ ശുദ്ധിയും നൽകുന്ന ഒരു കേന്ദ്രമായി ശബരിമല മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് അല്പം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 950-കൾക്ക് മുമ്പ് 5-10 പേര് മാത്രം ദർശനത്തിന് പോകുന്ന ഒരു പതിവായിരുന്നു പ്രതിവർഷം ഉണ്ടായിരുന്നത്. 950-കളിൽ ശബരിമല തീവെച്ച് നശിപ്പിക്കപ്പെട്ടു. അവിടുത്തെ വിഗ്രഹം ഛേദിക്കപ്പെട്ടു. അതിനുശേഷം ശുദ്ധി ക്രിയകളെല്ലാം നടന്നതിന് ശേഷമാണ് ആയിരക്കണക്കിന് തീർത്ഥയാത്രികർ പോകുന്ന ഒരു സങ്കേതമായി ശബരിമല മാറിയിട്ടുള്ളത്. ഈ ശബരിമല തീവെപ്പിനെ സംബന്ധിച്ച് തന്നെ വളരെ വിശദമായി അന്നത്തെ പോലീസ് അന്വേഷണം ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇന്ന് വരെ ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ട് പോലുമില്ല. പിന്നീട് ശുദ്ധിക്രിയകളെല്ലാം നടന്ന ശേഷം അവിടെ പുനഃപ്രതിഷ്ഠകളും മറ്റും നടന്നു. അതിനുശേഷമാണ് ആയിരക്കണക്കിന് 10,000-കണക്കിന് പേരായിട്ട് അവിടെ ചെല്ലുന്നൊരു സങ്കേതമായി മാറിയത്. ക്രമേണ കേരളത്തിൽ, മൊത്തം ഭാരതത്തിലും ലോകത്തിലുമൊക്കെ തന്നെ ബാഹ്യങ്ങളായ വിഷയങ്ങളെ കൊണ്ട് മാത്രം ശാന്തിയും സമാധാനവും നേടാൻ കഴിയില്ലെന്നും ആത്മീയ അന്വേഷണത്തിന്റെ മേഖലയിലേക്ക് പോകണമെന്നുമുള്ളതായ ഒരു തരംഗം വ്യാപിച്ചതിന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെടാൻ തുടങ്ങി, ശാസ്ത്ര പഠനങ്ങൾ വർദ്ധിച്ചു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്വാഭാവികമായി ശബരിമലയും 10,000-കണക്കിന്, ക്രമേണ ലക്ഷക്കണക്കിന്, ഇപ്പൊ കോടിക്കണക്കിന് ജനങ്ങൾ പോകുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ജനങ്ങളുടെ മൊത്തം ദക്ഷിണ ഭാരതത്തിലെ, ഇപ്പോൾ ഉത്തരഭാരതത്തിലെ പോലും ജനങ്ങളുടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി ശബരിമല തീർന്ന കാലഘട്ടത്തിലാണ് നേരത്തെ ഒരു മാന്യ സംവാദകൻ പറഞ്ഞ പലതരം വിവാദങ്ങളുടെ നീർച്ചുഴിയിലേക്ക് ശബരിമലയെ വലിച്ചഴക്കപ്പെടുന്നത്. അവിടെ പലതും വന്നു. പലതും എന്ന് പറയുമ്പോൾ എലിവാലും ജയമാലയും മുല്ലപ്പെരിയാറും എല്ലാം പറയേണ്ടി വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയൊരു അപമാനമാണ്, സ്ത്രീ പുരുഷ സമത്വത്തിന് വിരുദ്ധമാണെന്നുള്ള രീതിയിൽ പെറ്റീഷൻ വരുന്നതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പരിഗണിക്കുന്നതും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സനാതന ധർമ്മ വ്യവസ്ഥ ഒരിക്കലും വിപരീത വിവേചനപരമല്ല. ഏത് കാലഘട്ടത്തിലും ശാസ്ത്രവിരുദ്ധമായ ദുരാചാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്ത് ആചാര്യന്മാരിലൂടെ പരിവർത്തനത്തെ ഉൾക്കൊള്ളാൻ സന്നദ്ധമായ സമൂഹമാണ് നമ്മുടേത്. ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. നേരത്തെ സതിയെക്കുറിച്ചും ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജാവ് ഒരു സുപ്രഭാതത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്യല്ല ചെയ്തത്, മറിച്ച് ആധ്യാത്മിക ആചാര്യന്മാരുമായി ചർച്ച ചെയ്ത് അതിനു മുമ്പ് ശ്രീനാരായണ ഗുരുദേവനും മറ്റും ഉണ്ടാക്കി വെച്ച സാമൂഹികമായ ആ ഒരു അന്തരീക്ഷം, മന്നത്തും മറ്റും ഉണ്ടാക്കി വെച്ച അന്തരീക്ഷം, അതിലുപരിയായി ശുഭാനന്ദ ഗുരുദേവനും മറ്റുമായി നേരിട്ട് മഹാരാജാവ് ചർച്ച ചെയ്ത് അങ്ങനെ ഹൈന്ദവ ശാസ്ത്രബോധത്തെ ഉൾക്കൊണ്ടതിന് ശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്തത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ചെയ്തതല്ല. ആചാര പരിഷ്കരണങ്ങൾ വരേണ്ടത് എപ്പോഴും ശാസ്ത്രത്തിനനുസൃതമായി ആചാര്യന്മാരിലൂടെ, വേദജ്ഞന്മാരിലൂടെ, തന്ത്രശാസ്ത്രജ്ഞന്മാരുടെ വിദ്വത് പരിഷത്തിലൂടെയാണ്.
അങ്ങനെ വരുന്ന ഒരു പരിവർത്തനത്തെ തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹം സ്വീകരിക്കും. സ്ത്രീ പ്രവേശിക്കണമോ പ്രവേശിക്കേണ്ടയോ എന്നുള്ള വിഷയമല്ല ഇവിടെ പറയുന്നത്. പക്ഷെ ആ പരിവർത്തനം വരേണ്ടത് ഹൈന്ദവ സമൂഹത്തിലൂടെയാണ്, അല്ലാതെ സെക്യുലർ കോടതിയിലൂടെയല്ല. സെക്യുലർ കോടതിയിലൂടെ വരാനിടയായ സാഹചര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് തന്നെ യങ് ലോയേഴ്സ് ഫോറമാണ്. അവര് ശബരിമല ആരാധനയുമായി ബന്ധപ്പെട്ടോ അതിന്റെ പരിപാവനത നിലനിർത്താനോ വേണ്ടിയിട്ടല്ല, മറിച്ച് അവിടെ വിപരീതമായ സ്ത്രീ വിവേചനം നടക്കുന്നു എന്ന തെറ്റിദ്ധാരണയുടെ മുകളിലാണ് ആദ്യം പെറ്റീഷൻ നൽകപ്പെട്ടിട്ടുള്ളത്. പിന്നീടാണ് മറ്റു നടപടികളെല്ലാം വന്നിട്ടുള്ളത്. ഈ സമയത്ത് ഭക്തകളായ ക്ഷേത്ര വിശ്വാസികളായ അമ്മമാര്, പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ ഐതിഹ്യങ്ങളും ആചാരക്രമങ്ങളും അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവര് ഒരിക്കലും ഇതിനെ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ആർക്കാണ് ഇത് ഗുണം ചെയ്യുക? ശബരിമലയെ കേവലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനോ അല്ലെങ്കിൽ കാട്ടിൽ മറ്റ് പലതരത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടി പോകുന്നവരാണ് കൂടുതലായിട്ട് വന്നു ചേരുക. ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ശബരിമല പോയി ദർശിക്കണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീകൾ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രവേശം കൊടുക്കണം. പക്ഷേ ആ പരിവർത്തനം വരുത്തേണ്ടത് കോടതി വിധിയിലൂടെ അല്ല. കോടതി വിധിയിലൂടെ വരുന്ന സമയത്ത്, സെക്യുലർ വ്യവസ്ഥയിലൂടെ വരുന്ന സമയത്ത് ഇവിടെ അടിസ്ഥാനമായി മറ്റൊരു ചോദ്യം ഉന്നയിക്കാനുള്ളത്, ശബരിമല പോകുന്ന തീർത്ഥാടകര് എരുമേലി പോയിട്ട് പള്ളിയുടെ പുറത്തു പോയിട്ട് പള്ളിയിൽ ആരാധന ചെയ്യുന്ന രീതിയുണ്ട്. ആ പള്ളിയിൽ ഉള്ളിലേക്ക് നമസ്കാരം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഭക്തകളായി നാളെ ശബരിമല പോകാൻ പോകുന്ന സ്ത്രീകളെ മുസ്ലിം സമൂഹം പ്രവേശിപ്പിക്കുമോ? അതിന് കേരളം എന്ത് ചെയ്യും? ഗവൺമെന്റ് എന്ത് ചെയ്യും? സുപ്രീം കോടതി എന്ത് ചെയ്യും ആ വിഷയത്തിൽ എന്നൊരു ചോദ്യം ഇവിടെ ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വിപരീതപരമായ ഒരു വിവേചനവും ഇവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹം തയ്യാറാണ്. ആ മാറ്റങ്ങൾ ശാസ്ത്രീയമായ രീതിയിലാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ വരുമ്പോൾ അത് സമൂഹത്തിൽ അവ്യവസ്ഥയുണ്ടാക്കും. ഇന്നുണ്ടായിട്ടുള്ള ധർമ്മ ഉദ്ധാരണത്തിന് ഹാനി വരും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇവിടെ ചെറിയൊരു വിഷയം സൂചിപ്പിക്കാതെ വയ്യ. കാരണം കേരളത്തിൽ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. ഇന്ന് ജാതീയമായി താഴ്ന്നതെന്ന് മാനിക്കപ്പെടുന്നവര് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. വളരെ സന്തോഷകരമായൊരു പരിവർത്തനമാണത്. നമ്മൾ ഹാർദമായി സ്വീകരിക്കുന്നതാണ്. പക്ഷെ ഈ പരിവർത്തനം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയതല്ല. 1960കളുടെ ഒടുവിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായിരുന്ന മാധവ്ജി ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. വിദ്വത് പരിഷത്തിനെ വിളിച്ചുകൂട്ടി കേരളത്തിലെ എല്ലാ തന്ത്രിമാരെയും ആചാര്യന്മാരെയും വേദജ്ഞന്മാരെയും ഓദിക്കന്മാരെയും അങ്ങനെയുള്ളവരെ വിളിച്ചുകൂട്ടി, വൈദികന്മാരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത ശേഷമാണ് തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത്. തന്ത്രവിദ്യാപീഠത്തിൽ കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാട് പൂജാകർമ്മങ്ങൾ പഠിപ്പിച്ചു. പിന്നീട് ഈ പഠനം കഴിഞ്ഞ് പുറത്തു വന്ന സമൂഹത്തിൽ ഉള്ള മുഴുവൻ അംഗങ്ങൾക്കും ആചാരശുദ്ധിയോടുകൂടി വന്നവർക്ക് സാക്ഷ്യപത്രം വിതരണം ചെയ്തത് കാഞ്ചി കാമകോടി ആചാര്യരായിരുന്നു, ജയേന്ദ്ര സരസ്വതി സ്വാമികളായിരുന്നു. പക്ഷെ എന്നിട്ടും വേണ്ടതുപോലെ അത് സമൂഹം സ്വീകരിച്ചില്ല. അവരെ ക്ഷേത്രങ്ങളിൽ പൂജകന്മാരായി അംഗീകരിക്കുന്ന അവസ്ഥ വന്നില്ല. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് മാധവ്ജി പാലിയത്ത് വെച്ച് വീണ്ടും വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടുകയും വൈദികന്മാരും താന്ത്രികന്മാരും എല്ലാമായവരെ വിളിച്ചുകൂട്ടുകയും പാലിയം വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തത് 1986. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് അത് അംഗീകരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം വന്നത്. അവിടെ കോരുവാശാന്റെയും അതുപോലെ പറവൂർ ശ്രീധരൻ തന്ത്രികളുടെയും അതുപോലെ കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെയും ഒക്കെ പ്രയത്നം അതിന്റെ പിന്നിലുണ്ട്. ഒരുപാട് ആചാര്യന്മാരുടെ അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ വരുന്ന പരിവർത്തനമാണ് ഒരു സമൂഹത്തിന് ആരോഗ്യകരമായിട്ടുള്ളത്. അല്ലാതെ ബാഹ്യമായി എന്തുകൊണ്ടൊരു ആചാരം, ആ ആചാരത്തിന്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, അതിന്റെ പിന്നിലെ സങ്കല്പം എന്താണ്, ഈ വകയൊന്നും പഠിക്കാതെ ബാഹ്യമായി കേവലം സമത്വവാദം പറഞ്ഞ് മാത്രം ഒരു പരിവർത്തനം വരുത്തുന്നത് തീർച്ചയായും അനാശാസ്യമായ ബാഹ്യമായ ഇടപെടലുകൾക്ക് കാരണമാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഓക്കെ, ഒരിക്കൽ കൂടി ശ്രീമതി ശില്പ നായരിലേക്ക് പോകുന്നു. ശ്രീമതി ശില്പ നായർ, ഓക്കെ, സ്വാമിജി, നിലവിൽ അവിടെ കോടാനുകോടി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തുന്നത് മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത്. ഇനി സ്ത്രീകൾ കൂടി ശബരിമലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല, നിലവിലുള്ള ഭൗതിക സംവിധാനങ്ങൾ പോലും പര്യാപ്തമല്ല. ഇപ്പോൾ എത്തുന്ന ഭക്തജനങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല. ഇനി സ്ത്രീകൾ കൂടി വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് പ്രത്യേക
ടോയ്ലറ്റുകൾ, അവർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇനി കൂടുതൽ കൺസ്ട്രക്ഷനൊന്നും അവിടെ നടക്കില്ല, കെട്ടിട നിർമ്മാണം അത് പറ്റില്ല. മാത്രമല്ല വനം വകുപ്പ് ഇനി കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കില്ല. അത്തരം പ്രായോഗികമായിട്ടുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ ഈ വിധി നടപ്പാക്കുന്നതിൽ? തീർച്ചയായിട്ടും. ഇവിടെ വളരെ പ്രസക്തമായി അങ്ങ് ചോദിച്ചതിൽ നിന്ന് ഭിന്നമായ ഒരു പോയിന്റ് കൂടി പറയാൻ അനുവദിക്കണം. വിഷയം എന്താന്ന് ചോദിച്ചാൽ, ഈ വിധിയുടെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ ഹൈന്ദവ ക്ഷേത്രം എന്തുകൊണ്ടൊരു പൊതുസ്ഥലമല്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഒരു പൊതുസ്ഥലമാണ് ക്ഷേത്രം എന്നുള്ളതാണ് ഈ വിധിയിലൂടെ വന്നു ചേരുന്നത്. അത് വളരെ ദൂരവ്യാപകമായ ദോഷങ്ങളെ ഉണ്ടാക്കി തീർക്കും. കാരണം അടിസ്ഥാനപരമായി ക്ഷേത്രം ഒരു പൊതുസ്ഥലമല്ല. അത് പ്രത്യേക തന്ത്രശാസ്ത്ര വിധാനമനുസരിച്ച്, മന്ത്രങ്ങൾക്കനുസരിച്ച്, ആചാര്യവര്യനാൽ സത്വ രജ സ്തമോ ഗുണഭേദങ്ങൾക്കനുസരിച്ചിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അത് ഉപാസനാ സ്ഥലമാണ്, അത് പൊതുസ്ഥലമല്ല. അവിടെ ഭക്തന്മാർ ദർശനത്തിന് പോകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ദർശനത്തിന് പോകുന്ന സ്ഥലമാണ്, അല്ലാതെ ആരാധനയ്ക്ക് പോകുന്ന സ്ഥലമല്ല. വേർഷിപ്പിനുള്ള റൈറ്റ് ഫണ്ടമെന്റൽ ആണ്. ആരാധനയ്ക്ക് ഒരു വ്യക്തി അവനവന്റെ വീട്ടിലിരുന്ന് ആരാധിക്കുകയാണ്, നാമം ജപിക്കുകയാണ്, ആരും അതിനെ എതിർക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് അയാൾ വലിയ ശബ്ദത്തിൽ ഒരു പബ്ലിക് നോയിസൻസ് ആവുന്ന രീതിയിൽ ലൗഡ് സ്പീക്കർ വെച്ച് അനുവദനീയമായ ഡെസിബലിലധികം ശബ്ദത്തിൽ പ്രാർത്ഥിച്ചാൽ അത് തെറ്റാണ്. അല്ലാത്ത കാലത്തോളം അയാളുടെ റൈറ്റ് ആണത്. പക്ഷെ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നത് കേവലം ആരാധനയ്ക്കല്ല, ദർശനത്തിനാണ്. ദർശനത്തിന് പോകുന്ന സമയത്ത് ദർശനത്തിന് പോകുന്ന ആൾക്ക് അല്ല അധികാരമുള്ളത്, ആരെ ദർശിക്കാൻ പോകുന്നോ അയാൾക്കാണ്. അയാളുടെ പ്രൈവസി, അയാൾ അവിടെ പാലിക്കുന്ന നിയമങ്ങൾ, അയാളുടെ നിയമങ്ങളെയും സംവിധാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ദർശനത്തിന് പോകാൻ സാധിക്കൂ. ഇത് ആരാധനയും ദർശനവുമായിട്ടുള്ള വളരെ വലിയ വ്യത്യാസമാണ്. എല്ലാ ഭാഷകളിലും, ഹിന്ദി ആയാലും ഗുജറാത്തി ആയാലും തമിഴ് ആയാലും മലയാളമായാലും എല്ലാ ഭാഷകളിലും ക്ഷേത്രത്തിന് ദർശനത്തിന് പോകുക എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് പരമ്പരയാ നമ്മൾ പറഞ്ഞു പോരുന്നത്. ഇപ്പൊ ദർശനത്തിന് പോകുന്ന സമയത്ത് ഏതൊരു അധികാര സ്ഥാനത്ത് ദർശനത്തിന് പോകുമ്പോഴും അവിടുത്തെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അവിടെ മാറ്റിമറിക്കുകയല്ല വേണ്ടത്. അയ്യപ്പന്റെയും ശാസ്താവിന്റെയും ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. അവിടെ ഒരു തടസ്സവും ആർക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് കാട്ടിൽ ഏകാന്ത സ്ഥാനത്ത് അയ്യപ്പൻ ഒരു ബ്രഹ്മചാരി ഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന സങ്കല്പമാണ് അവിടെയുള്ളത്. ആ സങ്കല്പത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തനം പോകുമ്പോൾ, പ്രത്യേകിച്ച് അതിന് സെക്യുലർ കോടതി മുന്നോട്ട് വരുന്ന സമയത്ത് വളരെ ഭയാശങ്കകളോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതിന് മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ മതത്തിനും അതത് മതത്തിന്റെ വിശ്വാസങ്ങളും ആചാരരീതികളും ഉണ്ട്. ആ ആചാരരീതികൾ പുലർത്താനുള്ള അവകാശവും ഉണ്ട്. അത് ഭരണഘടനാ ദത്തമാണ്. പക്ഷേ ഇവിടെ ഹിന്ദുവിന്റെ കാര്യത്തിൽ മാത്രമാണ് സെക്യുലർ ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഇസ്ലാമിക ക്രിസ്തീയ ആരാധനാലയങ്ങൾ അതത് മതവിശ്വാസത്തിനനുസരിച്ച് അതത് മതസമൂഹം നടത്തുമ്പോൾ ക്ഷേത്രങ്ങൾ മാത്രമാണ് പ്രത്യേക നിയമങ്ങളിലൂടെ സർക്കാർ ഏറ്റെടുക്കുന്നത്. അങ്ങനെ സർക്കാർ ഏറ്റെടുത്ത് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ മുഴുവൻ സർക്കാർ അധീനതയിലാക്കുകയും ക്രമേണ അത് പബ്ലിക് പ്ലേസ് ആണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ പാലിക്കപ്പെടേണ്ട ആചാരമര്യാദകൾ മുഴുവൻ ലംഘിക്കപ്പെടുക ചെയ്യുന്നത്. അങ്ങനെ ലംഘിക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു ടൂറിസ്റ്റ് സ്ഥലമോ മറ്റോ ആയി തീരുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ പരിപാലനത മുഴുവൻ ഇല്ലാതാവുക ചെയ്യുന്നത്. മാത്രമല്ല മറ്റൊരു വിഷയം, ആർത്തവത്തെ സംബന്ധിച്ചും അതുപോലെ പുലയെ സംബന്ധിച്ചും വാലായ്മയെ സംബന്ധിച്ചും ക്ഷേത്രാചാരങ്ങളിൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. ആർത്തവം സ്ത്രീയുടെ ശരീരത്തിന്റെ ബയോളജിക്കലായിട്ടുള്ള അവശ്യ ഘടകമാണ്, അല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ആർത്തവ ദിവസങ്ങളിൽ യജ്ഞസ്ഥലികളിലും ക്ഷേത്രങ്ങളിലും വിട്ടുനിൽക്കുക എന്നൊരു ആചാരം നമുക്ക് പൂർവികമായിട്ട് പോരുന്നതാണ്. ഇത് കേവലം ഹൈന്ദവാചാരം മാത്രമല്ല. ആർത്തവ ദിവസങ്ങളിൽ ഒരു പള്ളിയിലും സ്ത്രീകൾ കുർബാനയ്ക്ക് പോവാറില്ല. ആർത്തവ ദിവസങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ നമസ്കാരം നിഷിദ്ധമാണ്. ഒരു രോഗം വന്നാൽ പോലും മുസ്ലിം സമൂഹത്തിൽ നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് പിന്നീട് പ്രായശ്ചിത്ത രൂപത്തിൽ അധിക നമസ്കാരം ചെയ്യണമെന്നാണ് ഇസ്ലാമിക ആചാരം. എന്നാൽ ആർത്തവ ദിവസങ്ങളിൽ ഇസ്ലാം സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാര് നമസ്കരിക്കാൻ പറയപ്പെട്ടിട്ടില്ല, നമസ്കരിക്കാൻ പാടില്ല. ഈ പറഞ്ഞു വരുന്നത് ആചാര വൈവിധ്യങ്ങളെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഇല്ലാത്ത പക്ഷം ഇത് കേവലം ഒരു ടൂറിസ്റ്റ് സങ്കേതം പോലെ നോക്കപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് പറയാനുള്ളത്. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി ആവശ്യമായി വന്നിരിക്കുന്നു. പെട്ടെന്ന് തിരിച്ചു വരാം. നിങ്ങളുടെ
അഭിപ്രായത്തോടുകൂടി ഈ സംവാദം അവസാനിപ്പിക്കാം. എന്തായിരിക്കാം ഈ വിധി പെട്ടെന്നൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമോ? പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനിയും നിയമ പോരാട്ടം തുടരില്ലേ? അല്ലെ, ഹൈന്ദവ സംഘടനകൾ തന്നെ ഈ വിധിക്കെതിരായി പ്രത്യക്ഷത്തിൽ രംഗത്തിറങ്ങില്ലേ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഇവിടെ ബഹുമാനപ്പെട്ട പരമോന്നത കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭിന്നമായി മറ്റൊരു നിയമപരമായ തീരുമാനമുണ്ടാകുന്നതുവരെ അത് പാലിക്കാൻ ഓരോ ഭാരതീയ പൗരനും ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് കോടതി വിധിയെ ആദരിക്കുകയും സ്വീകരിക്കുകയും വേണം. പക്ഷെ അതേ സമയത്ത് ഇവിടെ വലിയൊരു പ്രശ്നം, നമ്മുടെ ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് തന്ത്രിയാണ് ക്ഷേത്രത്തിന്റെ പരമാചാര്യൻ. ആ തന്ത്രി ഈ വിധിയിൽ നിരാശ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് അയ്യപ്പൻ എന്ന ദേവതാവിശേഷത്തിന്റെ പിതൃസ്ഥാനത്ത് കാണുന്ന പന്തളം രാജകൊട്ടാരം കോടതി ഇതിൽ ഇടപെട്ടത് വളരെ ഖേദകരമാണെന്ന് പബ്ലിക്കായി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസത്തെ, ഹൈന്ദവ വിശ്വാസത്തെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഈ വിധിയിലൂടെ ഉണ്ടായിരിക്കുകയാണ്. കാരണം എങ്ങനെയാ ക്ഷേത്രത്തിൽ ദൈവത്തിന്റെ അച്ഛനാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അത് വേറെ വിഷയം. അത് ക്ഷേത്രവിശ്വാസത്തെ അംഗീകരിക്കാത്തവർക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ വിശ്വസിക്കാനും ആരാധിക്കാനും മൗലികമായ അവകാശം നമുക്കുള്ള സ്ഥിതിക്ക് കേരളീയമായ ആരാധനാക്രമത്തിൽ ക്ഷേത്രേശന്റെ പിതൃസ്ഥാനീയനായിട്ടാണ് തന്ത്രി മാനിക്കപ്പെടുന്നത്. ആ തന്ത്രിയുടെ അധികാരമാണ് അല്ലെങ്കിൽ അഭിപ്രായമാണ് പരമമായിട്ടുള്ളത്. ആ തന്ത്രിയാണ് ഇത് നിരാശാജനകമായെന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അയ്യപ്പൻ എന്ന ദേവതാവിശേഷത്തെ സംബന്ധിച്ച് ധർമ്മശാസ്താവല്ല, ധർമ്മശാസ്താവിന്റെ ഒരു ഭാവമാണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ എന്നുള്ള ദേവതാ സങ്കല്പത്തെ സംബന്ധിച്ച് പിതൃസ്ഥാനീയനായിട്ട് അല്ലെങ്കിൽ രക്ഷകനായിട്ട് പന്തളമുണ്ട്. ആ പന്തളം കൊട്ടാരത്തിനും എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടാണ് ഇതുവരെ അവിടെ നിലനിന്ന് പോന്നിട്ടുള്ളത്. അവരും ഇത് നിരാശാജനകമായെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ സ്ഥിതിയിൽ ഹിന്ദു സമൂഹത്തിൽ വിശേഷിച്ചും വിശ്വാസികൾക്കിടയ്ക്ക് ഒരു അവ്യവസ്ഥാദോഷം ഉണ്ടാക്കി തീർക്കാൻ ഈ വിധി കാരണമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രണ്ട്, ഒരേ സങ്കേതത്തിലേക്ക് പോകുന്നവരോട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അതിഹീനമായ ഒരു അവസ്ഥാവിശേഷം വരാൻ പോകുന്നു. കാരണം ഈ വിധി കൊണ്ട് എരുമേലി പള്ളിയിലെ അന്തരംഗത്തിലേക്ക് ഒരിക്കലും അയ്യപ്പ ഭക്തകളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കുകയില്ല. അപ്പൊ എന്തിനും ഒരു പൊതുസ്ഥലമായി മാറുന്ന അവസ്ഥാവിശേഷം ഹിന്ദുവിന്റെ ആരാധനാ സങ്കേതത്തിന് മാത്രമായി വരുന്നത്, അത് ഉണ്ടാക്കി തീർക്കുന്ന സെക്യുലർ രീതി വളരെ ദോഷകരമായി മാത്രമേ നമ്മൾ നോക്കി കാണുന്നുള്ളൂ. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പരമോന്നത നീതിപീഠം ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ പരമോന്നത നീതിപീഠത്തിലൂടെ അതിക്രമിക്കുകയോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ മറ്റൊരു നിയമനിർമ്മാണത്തിലൂടെ അതിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന കാലത്തോളം ഇത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഏതായാലും വളരെ ദുഃഖകരമായി, ഖേദകരമായി പോയി ഈ വിധി എന്നുള്ളത് സൂചിപ്പിക്കാതെ വയ്യ. വളരെയധികം നന്ദി. എന്തായാലും തർക്കവിതർക്കങ്ങൾ എന്തായാലും ആചാരാനുഷ്ഠാനങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ്. വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തരുത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ